ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉയർപ്പ് കാലത്തിൻ്റെ 5-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടുകൊണ്ടിരുന്ന പഴയ നിയമ വായനയിൽ പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. അതായത് ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്ന ഇസ്രായേൽ ജനം അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഇന്നത്തെ 1-ാമത്തെ വായന പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഈ ദൈവം ഹോറേബ് മലയിൽ വെച്ച് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ എൻ്റെ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് നിന്നെ ഞാൻ നിയോഗിക്കുകയാണ്. അപ്പോൾ മോശ തടസ്സമൊക്കെ പറയുന്നു, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, ഞാനൊരു നേതാവൊന്നുമല്ല, ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല, എങ്ങനെ അവരോട് പറഞ്ഞു കേൾപ്പിക്കുക, ഒരു പക്ഷേ ഫറവോ അതിനെല്ലാം എതിർക്കും എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ സഹോദരൻ അഹ്റോൻ, അവൻ നിൻ്റെ പ്രവാചകനായിരിക്കും, അവൻ നിൻ്റെ വക്താവായിരിക്കും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് കർത്താവ് ഈ അഹ്റോന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്. കർത്താവ് അഹ്റോനോട് പറഞ്ഞു, നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക. അതനുസരിച്ച് അഹ്റോൻ പോയി ദൈവത്തിൻ്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ അഹ്റോൻ എവിടെയാണ് ജീവിക്കുന്നത്? അവൻ ജീവിക്കുന്ന ഈജിപ്തിലാണ്. ഈജിപ്തിൽ നിന്ന് മോശ എങ്ങോട്ടാണ് വന്നത്? അവൻ വന്നത് മീദിയാനിലേക്കാണ്. ഈ മീദിയാനിൽ അവൻ അവിടുത്തെ പുരോഹിതനായ ജെത്രോയുടെ ആടുകളെ മേയ്ക്കാൻ കൊണ്ടുപോയത് എവിടെയാണ്? അത് ഈ പറയുന്ന ഹോറേബിലാണ്. അപ്പോൾ അവൻ അവിടെയാണുള്ളത്. അങ്ങോട്ടാണ് അഹ്റോൻ പോകുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് 1-2 ദിവസമൊന്നുമല്ല, കുറേ ദിവസമുണ്ട്. ചെങ്കടലിൻ്റെ തീരത്താണ്. അങ്ങനെ അഹ്റോൻ പോയി ദൈവത്തിൻ്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചു. ചേട്ടനാണ്, കുഴപ്പമൊന്നുമില്ല. തന്നെ അയച്ച കർത്താവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് പരമേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹ്റോനോട് വിവരിച്ചു പറഞ്ഞു. അപ്പോൾ ഈ മോശ ദൈവമായിട്ട് സംസാരിച്ചപ്പോൾ ദൈവം കൊടുത്ത ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അത് അഹ്റോൻ പറയുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അഹ്റോൻ വന്ന് കണ്ടുമുട്ടി മോശയെ കണ്ടു വർത്തമാനമെല്ലാം പറഞ്ഞപ്പോൾ ദൈവം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യണമെന്നും പറയണമെന്നും പറഞ്ഞത് അതെല്ലാം പരമേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹ്റോനോട് വിവരിച്ചു പറഞ്ഞു. അനന്തരം മോശയും അഹ്റോനും കൂടെ ചെന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയെല്ലാം വിളിച്ചു കൂട്ടി. അപ്പോൾ ഇവർ നേരെ അങ്ങോട്ട് ഫറവോയുടെ അടുത്തേക്ക് പോവുകയല്ല ചെയ്യുന്നത്. പകരം ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രേഷ്ഠന്മാരെയെല്ലാം വിളിച്ചു കൂട്ടി കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹ്റോൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. അത് മോശയല്ല പറയുന്നത്. കാരണം മോശയ്ക്ക് വിക്കുള്ളത് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് പറയുന്നതുകൊണ്ട് അവൻ 20 മിനിറ്റ് പറഞ്ഞാലേ തീരുള്ളൂ. അതുകൊണ്ട് അഹ്റോൻ നല്ല മിടുക്കനാണ്, നല്ല ചാതുര്യമുണ്ട്, വാക്ചാതുര്യമുണ്ട്. അവനിതെല്ലാം മോശ പറഞ്ഞു കൊടുത്ത് പറയുകയാണ്. അങ്ങനെ കർത്താവ് മോശയോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അഹ്റോൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. എന്താണ് അടയാളം എന്ന് പറയുന്നത്? ആ വടിയുടെ കാര്യമൊക്കെ നമ്മൾ ഓർക്കുക. അത് നിലത്തിട്ട് കഴിയുമ്പോൾ പാമ്പാകുന്നതൊക്കെ. അവർ ജനം ചോദിക്കും, നിനക്ക് എന്ത് അധികാരമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിച്ചാൽ മതി എന്നാണ് ദൈവം പറഞ്ഞു വിട്ടിരിക്കുന്നത്. അങ്ങനെ മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹ്റോൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ജനം വിശ്വസിച്ചു. ഈ അടയാളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോയുടെ ആദ്യത്തെ അത്ഭുതം, കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കുന്ന ആ അത്ഭുതം, അതേക്കുറിച്ച് പറയുന്നത് എന്താണ്? അവൻ പ്രവർത്തിച്ച ആദ്യത്തെ അടയാളമായിരുന്നത്. ഈ അടയാളം കണ്ടിട്ട് ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. എന്തിൻ്റെ അടയാളമായിരുന്നു? അവൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന, അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണെന്നുള്ളതിൻ്റെ തെളിവാണത്. അടയാളം എന്ന് പറയുന്നത് അതൊരു ദൈവം എന്താണ് പറയുന്നത്, ദൈവം ഇവനെ അയച്ചിട്ടുണ്ട് എന്നതിന് തെളിവായിട്ട് അവർ കാണുന്നൊരു കാര്യമാണ്. അത് വെറുതെ പറയുന്നതല്ല. ഈ പഴയ നിയമഗ്രന്ഥങ്ങളിലെല്ലാം രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. അതിലൊന്നാണ് രക്ഷകൻ വരുമ്പോൾ ഈ വീഞ്ഞിൻ്റെ സമൃദ്ധി ഉണ്ടാകുമെന്നുള്ളത്. നമ്മൾ ഈ സക്രിയാസ് പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്ന കാര്യങ്ങളൊക്കെയുണ്ട്. അതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നതുപോലെ ഈ എന്താണ് പറയുന്നത്, മുന്തിരിച്ചെടിയിൽ കഴുതക്കുട്ടിയെ കെട്ടിയിടുന്നതും മുന്തിരിച്ചാറിൽ വസ്ത്രം അലക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. അതിൻ്റെ കാരണം ഇതാണ്. മുന്തിരി അല്ലെങ്കിൽ ഈ വീഞ്ഞെന്ന് പറയുന്ന വിലക്കൂടിയ സാധനമാണ്. അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്നതല്ല. അതിൻ്റെ സമൃദ്ധി എന്ന് പറയുമ്പോൾ അതാണ് രക്ഷകൻ വരുമ്പോഴുള്ള സമൃദ്ധിയുടെ അടയാളം. അതുപോലെ രക്ഷകൻ വരുമ്പോൾ അപ്പത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകും. ഈശോ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് തീറ്റ കൊടുക്കുമ്പോഴൊക്കെയുണ്ടാകുന്ന, അതുകൊണ്ടാണ് അവരന്നേരം രാജാവാക്കാനൊക്കെ വരുന്നത്. ഈ കല്ലുകളോട് അപ്പമായി തീരാൻ പറയുമ്പോഴും ആ ചെകുത്താൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെയാണ്. നീ ഇതിനെ അപ്പമാക്കി മാറ്റി ആളുകൾക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ വിചാരിച്ചോളവർക്ക് മനസ്സിലാവും നീ തന്നെയാണ് രക്ഷകൻ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ അടയാളങ്ങളാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഓർക്കേണ്ട ഇതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അടയാളങ്ങളിലൂടെയാണ് കർത്താവ് താൻ രക്ഷകനാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. യോഹന്നാൻ മാംദാനയുടെ ശിഷ്യന്മാർ വന്ന് ചോദിക്കും, നീ തന്നെയാണ് വരാനിരിക്കുന്നവൻ എന്ന് ഞങ്ങളുടെ ഗുരു ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ
ആണെന്നല്ല പറഞ്ഞത്, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ പോയി പറയാനാണ് പറഞ്ഞത്. മുടന്തന്മാർ നടക്കുന്നു, അന്ധന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ഇതെല്ലാം അതെല്ലാം നടക്കുമെന്ന് പ്രവാചകന്മാരിലൂടെ പറഞ്ഞിട്ടുണ്ട് രക്ഷകൻ വരുമ്പോൾ. അതുകൊണ്ട് ഈ അടയാളങ്ങൾ ഇവൻ കാണിക്കുന്നത്, അല്ലെങ്കിൽ മോശ കാണിക്കുന്നത് താൻ ദൈവത്തിൽ നിന്ന് വന്നു എന്ന് ഇതിൻ്റെ സൂചനയാണ്. ഇത് തന്നെയാണ് നമുക്കും സംഭവിക്കുന്ന പ്രിയപ്പെട്ടവർ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ദൈവത്തിൻ്റെ മുദ്രയുള്ളതായിരിക്കണം, ആ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളതായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളത് വിശ്വസിക്കുമെന്നുള്ളതാണ്. വിശ്വസിക്കാത്തവരുമുണ്ട്, പറവായെ പോലെ, സംശയമൊന്നുമില്ല. പക്ഷേ ദൈവം നമുക്ക് തരുന്ന അടയാളങ്ങൾ നമ്മുടെ കയ്യിൽ നിരന്തരം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. അത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വായന നടപടി പുസ്തകത്തിൽ നിന്നാണ്. നടപടി പുസ്തകം 12-ാം അധ്യായം 24 മുതൽ 13-ാം അധ്യായം 3 വരെ. അവിടെ ഈ കർത്താവിൻ്റെ വചനം എല്ലാവരിലേക്കും വ്യാപിക്കുന്ന കാര്യമാണ്. ശ്ലീഹന്മാരിലൂടെയും മറ്റു ശിഷ്യന്മാരിലൂടെയെല്ലാം ദൈവവചനം വളർന്ന് വ്യാപിച്ചു. ബർന്നബാസും സാവൂളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറൂസലമിൽ നിന്ന് തിരിച്ചു വന്നു. മർക്കോസ് എന്ന് അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടുപോന്നു. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ബർന്നബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കിറേനക്കാരൻ ലൂസിയോസ്, സാമന്ത രാജാവായ ഹെറോദസിനോട് കൂടെ വളർന്ന മനായേൻ, സാവൂൾ എന്നിവർ അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈകൾ വെച്ച് കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു. എന്തിനാണ് ഈ ബർന്നബാസിനെയും സാവൂളിനെയും ദൈവം വിളിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ വിളിച്ചത് പുറജാതിക്കാരോട്, ഇസ്രായേൽക്കാരല്ലാത്തവരോട് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ശിഷ്യന്മാരെല്ലാം ദൈവം ശക്തിപ്പെടുത്തി അയക്കുകയാണ്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ഈ ജോലിക്കായിട്ട് സ്ലേഹന്മാരെല്ലാം കൂടെ കൂടിയിട്ട്, അല്ലെങ്കിൽ ബാക്കി ശിഷ്യന്മാരെല്ലാം കൂടെ കൂടിയിട്ട് അവരുടെ തലയിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ച് ആത്മാവിൻ്റെ ശക്തി കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. പുറജാതിക്കാരുടെ ഇടയിലേക്കാണ് പോകുന്നത്. അവർ എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഇസ്രായേൽക്കാരാണെങ്കിൽ അവർക്ക് മിനിമം ഭാഷയെങ്കിലും അറിയാം. പക്ഷേ പൗലോസും ബർന്നബാസും ഒക്കെ മിടുക്കരാണ്. അവർ ഗ്രീക്കൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നവർ, എഴുതുന്നവരുമാണ്. അതുകൊണ്ട് ആളുകളുമായിട്ട് സംസാരിക്കാൻ അവർക്ക് വിഷമമൊന്നുമില്ല. കാരണം അന്നത്തെ ലോകത്തിൽ ഉള്ള കച്ചവട ഭാഷ അല്ലെങ്കിൽ പൊതുഭാഷ ഗ്രീക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാൻ വിഷമമൊന്നുമില്ല. അതുപോലെ പൗലോസ് വലിയ അറിവുള്ള മനുഷ്യനാണ്. പക്ഷേ എങ്കിൽ പോലും അവരെങ്ങനെയാണ് പുതിയൊരു ദൈവത്തെ അവതരിപ്പിക്കുമ്പോൾ സ്വീകരിക്കുകയെന്ന് അറിഞ്ഞുകൂടാ. നമുക്കറിയാം, പലപ്പോഴും പൗലോസ് പറഞ്ഞപ്പോൾ നീ ഭ്രാന്തനാന്നൊക്കെ പറഞ്ഞ അവസരങ്ങളുണ്ട്. അവർക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് അചിന്തനീയമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പൗലോസിനേക്ക് അവർ പ്രാർത്ഥിച്ച് വിടുകയാണ് ചെയ്യുന്നത്, ഈ പ്രജാതിക്കാരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കാനായിട്ട്. ഒരു പക്ഷേ അവർ തിരിച്ചു വരുമോ എന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. നമുക്കറിയാം, നമ്മുടെ ഇവിടെ തോമാസ് ലീഗ വന്നിട്ട് അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഈ അനേകം മിഷണറിമാർ പാശ്ചാത്യ രാജ്യങ്ങളിലൂടെ വന്നിട്ടുണ്ട്. അവരിൽ പലരും തിരിച്ചു പോയിട്ടില്ല. ഇന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നവർ അവർ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകാറില്ല. ഇത് എല്ലാവരുടെയും ആ ഒരു ഈ മിഷണറിമാരായിട്ട് പോകുന്ന എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണ് കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ അരൂപിയുടെ ശക്തിയിൽ നമുക്ക് പോകാനായിട്ട് കഴിയണം. ഉയർപ്പിൻ്റെ അനുഭവം ഇപ്രകാരമുള്ളൊരു ശക്തി ഉള്ളപ്പോഴാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക. സുവിശേഷം, ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിനിതാ, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ നിൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകൾ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ
ഈ പറഞ്ഞു വരുന്നത് എന്താണ്? ഈ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട് പോകുന്നവർ ഏത് രീതിയിൽ പോകണം? അവർ ഒന്നാമതായിട്ട് തങ്ങളെക്കുറിച്ച് തന്നെയുള്ള ചിന്ത കുറച്ച് വയ്ക്കണം. തങ്ങളുടെ സുഖസൗകര്യങ്ങൾ, തങ്ങളുടെ യാത്രാ സൗകര്യം, ഇതല്ല അവരുടെ മുമ്പിൽ പ്രധാനമായിട്ടും വരേണ്ടത്. പ്രത്യേകത അവരെന്ത് ചെയ്യാൻ പോകുന്നു ആ സുവിശേഷ പ്രഘോഷണമായിരിക്കണം. അതുപോലെ അവർ പറയുകയാണ്, ഒരു ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ സമാധാന ദൂതന്മാരായിരിക്കണം. അല്ലാതെ അവിടെ വലിയൊരു പടയാളികളെ പോലെ ചെല്ലരുത്. അവിടെ ചെന്ന് അവരെല്ലാം കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. പലപ്പോഴും ഈ മധ്യ ശതകങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ യൂറോപ്യൻ മിഷണറിമാരൊക്കെ ആ രീതിയിലുള്ളൊരു ദൈവശാസ്ത്രവുമായിട്ടാണ് അവർ പോയിരുന്നത്. പലപ്പോഴും അവർ മാർപ്പാപ്പായുടെ പട്ടാളക്കാരെന്നുള്ള രീതിയിൽ പോലും പോയിരുന്നു എന്നുള്ളതാണ്. അപ്പോഴങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതി, അത് വളരെ ലൗകികമായിട്ടുള്ള ഒരു ദൈവശാസ്ത്രപരമായ ചിന്തയായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അകന്നു പോയിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ പോകുമ്പോൾ സമാധാന ദൂതരായിട്ട് പോകണം. അതായത് എവിടെ ചെന്നാലും നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് സമാധാനത്തിൻ്റെ അടയാളമായിട്ട് മാറണമെന്നുള്ളതാണ്. അതല്ലാതെ അതൊരു വഴക്കിന് അടയാളമായി മാറരുത്. നിർഭാഗ്യവശാൽ നമുക്കറിയാം, നമ്മുടെ സഭയിലും മറ്റു സഭകളിലും ഒക്കെ ഇത് തന്നെയാണ്. നമ്മുടെ സാന്നിധ്യം പലപ്പോഴും സമാധാന ദൂതല്ല, പ്രത്യേകത ഈ വഴക്കിൻ്റെ ദൂതായി മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളെ ആരും സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളവിടെ പോയിട്ട് ബഹളം കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അവരെ ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ല. അവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോരുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി പോലും തട്ടിക്കളയുക എന്ന് പറഞ്ഞ അർത്ഥം അവരോട് യാതൊരു തരത്തിലുള്ള വിരോധവും നിങ്ങൾക്ക് ആവശ്യമില്ല. അവർ സ്വീകരിക്കും. കർത്താവ് എപ്പോഴും പറഞ്ഞതല്ലേ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കാണാൻ കണ്ണുള്ളവൻ കാണട്ടെ. നിങ്ങളോട് പറയാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളത് ചെയ്താൽ മതി, ബാക്കി അവരുടെ കാര്യമല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വീട് തോറും ചുറ്റിക്കറങ്ങി നടക്കരുത്. ഏത് വീട്ടിലാണ് AC ഉള്ളത്, ഏത് വീട്ടിലാണ് നല്ല ഭക്ഷണം കിട്ടുന്നത്, അങ്ങനെ നോക്കി ചുറ്റിക്കറങ്ങി നടക്കരുത്. എവിടെയാണോ തീട്ടുന്നത് അവിടെ നിങ്ങൾ താമസിച്ചുകൊണ്ട് ആ ഗ്രാമത്തിൽ സുവിശേഷം പ്രസംഗിക്കുക. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്, നമ്മളിങ്ങനെ സൗകര്യങ്ങൾ നോക്കി നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ദൗത്യ നിർവഹണം അത് പരാജയപ്പെടുകയോ ബലഹീനമാവുകയൊക്കെ ചെയ്യും. ഈ ഉയർപ്പ് കാലത്ത് നമ്മൾ ഓർക്കേണ്ടത്, നമ്മളിങ്ങനെയുള്ള ഉയർപ്പിൻ്റെ പ്രവാചകരായി മാറണം, സമാധാനത്തിൻ്റെ പ്രവാചകരായി മാറണം, കൂട്ടായ്മയുടെ പ്രവാചകരായി മാറണം. അതുപോലെ തന്നെ വഴക്കില്ലായ്മയുടെ പ്രതീകമായിട്ട് മാറണം, പ്രവാചകരായി മാറണം. നമ്മളെ കാണുന്നവർക്ക് തന്നെ ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്വഭാവ വൈശിഷ്ട്യമുള്ളവരായിട്ട് നമ്മൾ മാറണം. എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മകൾക്കും കൂട്ടുനിൽക്കുക എന്നുള്ളതല്ല, തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും വിളിക്കാനുള്ള ധൈര്യമുണ്ടാവുക. കൂട്ടുകാരനാണെങ്കിലും തെറ്റ് ചെയ്താൽ അവനിൽ നിന്ന് മാറിപ്പോകാൻ ധൈര്യമുണ്ടാവുക. ഇതൊക്കെയാണ് യഥാർത്ഥ സുവിശേഷകൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഉയർപ്പുകാലം നമുക്ക് അങ്ങനെ നമ്മളെ തന്നെ ശക്തിപ്പെടുത്താനായിട്ട്, ഈ ഉയർപ്പിൻ്റെ അനുഭവം നമ്മൾ അനുഭവിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.